എക്സ്പെൻസ് മാക്സിമം എത്ര വരെ ചെയ്യാൻ പറ്റുമെന്നും ആദ്യം തന്നെ ഒരു കണക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എത്ര ടൈപ്പ് ഓഫ് എക്സ്പെൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ ആദ്യം തന്നെ എഴുതി തയ്യാറാക്കണം. അതിൻ്റെ എമൗണ്ട് വേണമെന്നില്ല, പക്ഷേ എത്ര ടൈപ്പ് ഓഫ്, എക്സാമ്പിൾ പറഞ്ഞാൽ സാലറി, കറണ്ട് ബില്ല്, വാടക, അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഫോൺ ബില്ല്, അങ്ങനെ പറയുന്ന എത്ര ടൈപ്പ് ഓഫ് എക്സ്പെൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം. അത് മിനിമം ഇപ്പം 20 ടൈപ്പ് ഓഫ് എക്സ്പെൻസ് ആണെങ്കിൽ ആ എക്സ്പെൻസിൻ്റെ എണ്ണം മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ബിസിനസ് തുടങ്ങി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ പല എക്സ്പെൻസുകളും നമുക്ക് ചെയ്യണമെന്ന് തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ എക്സ്പെൻസൊക്കെ അങ്ങ് ചെയ്യും. അതായത് എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് നമുക്ക് ചിലവ് കൂടും. ചിലവ് കൂടുന്നതിനനുസരിച്ച് നമുക്കൊരു ഇൻകം വരുന്നില്ലെങ്കിൽ അത് ആ ബിസിനസ് ഒരു ലയബിലിറ്റി ബിസിനസ്സാക്കി മാറും. അപ്പോൾ എനിക്ക് ബിസിനസ്സുകാരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് ബിസിനസ് തുടങ്ങുവാണെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചാർട്ട് ഉണ്ടാക്കുമ്പം അതിൻ്റെ അകത്ത് രണ്ടാമത്തെ പേജായ എക്സ്പെൻസിനകത്ത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, അത് എത്ര ടൈപ്പ് ഓഫ് എക്സ്പെൻസ് ഉണ്ടെന്നും ആ എക്സ്പെൻസ് മാക്സിമം എത്ര വരെ ചെയ്യാൻ പറ്റുമെന്നും ആദ്യം തന്നെ ഒരു കണക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും.